എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലെവൽ 4 ആയിരിക്കും ഇപ്പൊ കാണിക്കുക. അവിടെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും അവിടെയുള്ള പ്രിസണേഴ്സിന് രക്ഷപ്പെട്ടു പോകാനായി കീ ഓരോ സെല്ലിലേക്കും വലിച്ചെറിഞ്ഞു കൊടുക്കും. അവിടേക്ക് വന്ന സാൾട്ടത്താണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. അവനാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കില്ല. ആ ബ്ലുഗോറിസ് കാർഡ്സ് അവറ്റകളെ ആണെങ്കിൽ ആ സെല്ലുകളിലേക്ക് അയക്കും. ഒരു സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ ഇവാനെ നോക്കി നിലവിളിച്ചു പറയും, ആദ്യം ആ അണ്ടാവായനെ അവനെ തകർക്ക്. ഇവാനാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആവും. അവൻ നൈസായിട്ട് ആ ഗ്ലുഗോറിസിനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മും. അടുത്ത നിമിഷം തന്നെ അവറ്റകളെല്ലാം തെറിച്ചടിച്ച് നാനാഭാഗത്തേക്ക് വീഴുകയാണ്. ആ ഗ്ലുഗോറിസ് എല്ലാം തന്നെ സെക്കൻഡുകൾ വെച്ച് തെറിച്ചു പോകുന്ന കണ്ട സോൾജിയേഴ്സ് അവര് ഷോക്കാവും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫി കൈ കിട്ടിയ സോൾജിയേഴ്സിനെയും ആനിമൽസിനെയും എല്ലാത്തിനെയും തല്ലി തല്ലി കൊല്ലാണ്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കി ടൈം കളയാൻ പറ്റില്ല. അവൻ എത്രയും പെട്ടെന്ന് ഏസിന്റെ അടുത്തേക്ക് എത്തണം. ലൂഫി ആണെങ്കിൽ അവരെ മുഴുവൻ ഇവാനെയും ടീമിനെ ഏൽപ്പിച്ച് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും ആ സാഡിയും അവളുടെ ജൈന്റ് ആനിമൽസും അവരിപ്പോ അവിടേക്ക് വരിക. അവര് വരേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിസണേഴ്സിനെയും പൊറഞ്ച അടിക്കും. സാഡിയും അവളുടെ മോൺസ്റ്റേഴ്സും ആണെങ്കിൽ ഇപ്പൊ ലൂഫിക്ക് നേരെ പാഞ്ഞടുക്കും. അപ്പൊ നമ്മുടെ ഇവാൻ അവനാണെങ്കിൽ അവന്റെ സോൾജിയേഴ്സും വലിയ വലിയ വെപ്പൻസ് ഒക്കെ ആയിട്ട് അവരുടെ മുൻപിലേക്ക് കയറി നിൽക്കും. ഇവാൻ പറയും, ലൂഫി ഒരു കാരണവശാലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നീ ഏസിന്റെ അടുത്തേക്ക് പോകണം. ഇവരുടെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. അടുത്ത സെക്കൻഡ് ഇവാനും ടീമും ബ്ലാക്ക് കളറിൽ ഒരു ഫോഗ് അവിടേക്ക് സ്പ്രെഡ് ചെയ്യും. അതിനുശേഷം അവറ്റകൾ ഷൂട്ട് ചെയ്യാണ്. ആഡി അത് കണ്ട് പൊട്ടിച്ചിരിക്കും. ആക്ച്വലി നിങ്ങൾ ഇത്രയും മണ്ടന്മാരാണോ? എന്റെ അസിസ്റ്റന്റ് ആനിമൽസ് അവരൊരിക്കലും നേരിട്ടുള്ള വിഷനിലൂടെ അല്ല അവരുടെ ഓപ്പണൻസിനെ കണ്ടെത്തുന്നതും അറ്റാക്ക് ചെയ്യുന്നതും. അവർക്ക് സ്മെല്ലിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതവള് പറയേണ്ട താമസം അടുത്തതായിട്ട് ഇവാന്റെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ ചെയിനൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള വലിയ വലിയ റാഡുകൾ അതിപ്പോ അവർക്ക് നേരെ വലിച്ചെറിയും. ആ ചെയിൻ ആണെങ്കിൽ അവറ്റകളുടെ ദേഹത്തോടെ വലിച്ചു മുറുക്കി അങ്ങനെ ഒരു ഭാഗത്ത് ലോക്ക് ചെയ്ത് പിടിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് അവറ്റകൾ ആ ലോക്ക് അതങ്ങനെ തകർക്കുകയാണ്. അതിനുശേഷം അവരാരൊക്കെ അറ്റാക്ക് ചെയ്തോ അവരെ എല്ലാവരെയും പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലും. അവറ്റകളുടെ അറ്റാക്കും പവറൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് പിടികിട്ടും. ബ്ലൂ ഗോറിസിനെ കഴിഞ്ഞും ഇവർക്ക് പവർ കൂടുതലാണെന്ന്. അവർ രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ലൂഫി, ജിംബൈ, ക്രൊക്കഡൈല് അവര് 3 പേരും അവരുടെ സ്റ്റൈലില് കമ്പൈൻ അറ്റാക്ക് ഇടുകയാണ്. സാൻഡ് സൈക്കിള്, 400 ബ്രിക്സ്, പിന്നെ ലൂഫിയുടെ അറ്റാക്ക്, എല്ലാ അറ്റാക്കും ഒരുമിച്ചേറ്റ് അവറ്റകൾ 3ഉം ഇപ്പൊ അടിച്ച് താഴെ വീഴും. സാൻഡിക്കാണെങ്കിൽ അതുകൊണ്ട് ഒരു സെക്കൻഡ് അവളുടെ ജീവൻ തന്നെ പോകും. ഇവിടെ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കൺട്രോളില് ഏകദേശം കാര്യങ്ങളൊക്കെ വരും. സെക്കൻഡ് ലെവലിലാണെങ്കിൽ ബഗ്ഗിക്കും നമ്പർ 3ക്കും ബാക്കിയുള്ള കുറെ പ്രിസണേഴ്സിനും അവർക്കാണെങ്കിൽ നമ്പർ 1ലേക്ക് പോകണം. പക്ഷെ ഓൾറെഡി ആ വാർഡൻ ആ ഡോർ മുഴുവൻ പോയിസൺ തേച്ച് വെച്ചിരിക്കുകയാണ്. അത് ടച്ച് ചെയ്ത തൊട്ടിയിടയിൽ ആ പോയിസൺ സ്പ്രെഡായി അവർ മരണപ്പെടും. സോ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവരെ ഡോർ തന്നെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും ബഗ്ഗിക്ക് അവനൊരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. അവൻ നമ്പർ 3യോട് പറയും, നിന്റെ വാക്സ് അത് ആ പോയിസണ് മുകളിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഡോർ തുറക്കാൻ പറ്റും. നമ്പർ 3ക്കാണെങ്കിൽ ആദ്യം കുറച്ച് പേടിയൊക്കെ തോന്നും. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൻ ആ പോയിസന്റെ മുകളിൽ അങ്ങനെ വാക്സ് സ്പ്രെഡ് ചെയ്യും. നമ്പർ 3 പറയും, നിന്റെ ഐഡിയ അത് ശരിക്കും അടിപൊളിയാണ്. പക്ഷെ ആ ഡോറ് അതിനെ ആര് തുറക്കും? ആ പ്രിസണേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ബഗ്ഗിയെ റൗണ്ട് ചെയ്ത് നിൽക്കും. മാസ്റ്റർ, നിങ്ങളാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത്. ബഗ്ഗി വീണ്ടും ഇപ്പൊ മിസ്റ്റർ 3ക്ക് തന്നെ 8ന്റെ പണി കൊടുക്കും. നിനക്ക് വാക്സ് പവറില്ലേ, അതുപയോഗിച്ച് തന്നെ ആ ഡോറിനെ ആഞ്ഞിട്ടിക്ക്. ഉടനെ ചുറ്റും ഉണ്ടായിരുന്നവരും ഇപ്പൊ നമ്പർ 3യെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവനും അതിന് റെഡിയായി വാക്സ് കയ്യിലെടുക്കും. ഉടനെ ബഗ്ഗി അവന്റെ കൈ നമ്പർ 3ക്ക് കൊടുക്കും. 3 അത് വാക്സിൽ പൊതിഞ്ഞ് ആ ഡോറിലേക്ക് ആഞ്ഞടിക്കും. അതും ഇപ്പൊ ആ പോയിസൺ അബ്സോർബ് ചെയ്യാണ്. ഓ നോ, എന്റെ കൈ അതെനിക്ക് തിരികെ വേണമെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ ബഗ്ഗി ആ കൈ തിരികെ എടുക്കും. പക്ഷെ എന്താ, കുറച്ച് പോയിസൺ അതവന്റെ മൂട്ടിൽ വീഴും. ബഗ്ഗിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അവനിപ്പോ ആ വാർഡനെ പച്ച തെറി വിളിക്കാൻ തുടങ്ങും. നമ്പർ 3യും കൂടെ ഇപ്പൊ ബഗ്ഗിയുടെ അടുത്തേക്ക് വരും. അവർ രണ്ടുപേരും ആ ഡോർ എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമം തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലെവൽ 1 കാണിക്കും. സോൾജിയേഴ്സ് എല്ലാവരും കഷ്ടപ്പെട്ട് ആ ഡോറ് അത് തുറന്നു കൊടുക്കാതെ അങ്ങനെ ശക്തിയായിട്ട് തള്ളിപ്പിടിക്കും. പക്ഷേ ഓപ്പണൻസ് ആണെങ്കിൽ ആ സോൾജിയേഴ്സിനെ ഈസി ആയിട്ട് തള്ളിത്തെറിപ്പിച്ച് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ആ ബ്ലാക്ക് ബിയർഡ് അവനൊരു വാർലോഡാണ്. പക്ഷേ ഇപ്പൊ അവൻ നേവിക്കാർക്ക് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് അവർ അറ്റാക്ക് ചെയ്യാണ്. അവൻ വലിയൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ നേവിക്കാരും ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ അവനെയും അവന്റെ ആൾക്കാരെയും തിരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ
ഫുൾ ഓൺ പവറിലും ഹാപ്പിയിലുമാണ്. അപ്പോഴായിരിക്കും ആ ഷിരു അവൻ അവിടേക്ക് വരിക. ഷിരു ക്യാഷ്വലായിട്ട് ചോദിക്കും, ഓ ഇത്ര ഓപ്പണൻസ് മാത്രമേ ഉള്ളോ? ഷിരുവിനാണെങ്കിൽ ആ ബ്ലാക്ക് ബിയർഡിനെ കറക്റ്റായിട്ട് അറിയാം. അവരിപ്പോ പരസ്പരം സംസാരിക്കാൻ തുടങ്ങും. 150 പറഞ്ഞ് 100 പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് തയ്യാറായിട്ട് നിൽക്കും. വാർഡൻ ആളുടെ പോയിസൺ ഉപയോഗിച്ച് അവരെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ലെവൽ 4-ലാണെങ്കിൽ ഇപ്പൊ ലൂഫിയും ടീമുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ വാർഡൻ ആണെങ്കിൽ ഇതുവരെ ലെവൽ 4-ലേക്ക് എത്തിയിട്ടില്ല. അവിടേക്ക് അവൻ വൈസ് വാർഡനെ അയക്കും. പക്ഷെ വൈസ് വാർഡൻ ആളാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി മടിച്ചാണ് ഇപ്പൊ ലെവൽ 4 ലക്ഷ്യമാക്കി പോവുക. കാരണം അവൻ കണ്ണ് ബ്ലിങ്ക് ചെയ്ത് ഒരുപാട് പേരെ തകർത്ത് കളഞ്ഞെന്നുള്ള ന്യൂസ് അത് ഓൾറെഡി അവൻ കിട്ടിക്കഴിഞ്ഞു. സോ അവിടേക്ക് പോയ വലിയ അപകടം ഉണ്ടാവുമെന്ന് പേടിച്ചാണ് അവനിപ്പോ മടിച്ചു നിൽക്കുക. പക്ഷെ ഹാനിയബാലിനാണെങ്കിൽ ഇപ്പൊ വേറെ വഴിയില്ല. രണ്ടും കൽപ്പിച്ച് അവൻ അവിടേക്ക് പോവാണ്. എങ്ങനെയെങ്കിലും വാർഡൻ വരുന്നത് വരെയെങ്കിലും എനിക്ക് അവരെ പിടിച്ചു നിർത്തിയേ പറ്റൂന്ന് പറഞ്ഞ് 4th ലെവൽ ലക്ഷ്യമാക്കി സ്പീഡിൽ ഓടും. വാർഡൻ അദ്ദേഹം നമ്പർ 1 ആണ്. വാർഡനാണ് നമ്മുടെ കിങ് എന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ കൂവി വിളിക്കും. അതിനുശേഷം വാർഡന്റെ ഫേസ് അതവന്റെ വയറ്റിൽ വരച്ചു വെച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. സോൾജിയേഴ്സ് ആണെങ്കിൽ ആകെ തലവേനിച്ചിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഹാനിയബാലിന്റെ ഈ മണ്ടത്തരങ്ങളൊക്കെ കണ്ട് ഇപ്പൊ ടെൻഷൻ ആവാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇപ്പൊ ലെവൽ 4-ലെ ആ ഡീമൺ ഗാർഡ്സിനെ കാണിക്കും. അവറ്റകളാണെങ്കിൽ ഇപ്പൊ ചോരയൊക്കെ തുളുമ്പി അങ്ങനെ അനക്കമില്ലാതെ കിടക്കുകയാണ്. ഇവാനും അവന്റെ അസിസ്റ്റൻസിനും ഭയങ്കര സന്തോഷം. കാരണം ആ ആനിമൽസ് ആയിരുന്നു അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. അവറ്റകള് ഇപ്പൊ ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുഴപ്പമില്ല, ഈസി ആയിട്ട് ബാക്കിയുള്ളവരെ നമുക്ക് തകർക്കാമെന്ന് പറഞ്ഞു നിൽക്കുമ്പോ ലോങ് ഷോട്ടിലായിട്ട് ആ സാഡി പെണ്ണ് അവൾ ഒരു കുലുക്കവും ഇല്ലാതെ അങ്ങനെ നിൽക്കും. അവളുടെ കയ്യിലുള്ള ആ നീളമുള്ള ചാട്ട അതങ്ങനെ വീശി ഇവാന്റെ അസിസ്റ്റൻസിനെ അറഞ്ചം പൊറഞ്ചാട്ടിക്കും. ലൂഫിക്കാണെങ്കിൽ അതുകൊണ്ട് സഹിക്കില്ല. അവനിപ്പോ അവളെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് പോകും. ഇവാൻ ഉടനെ ഇപ്പൊ ലൂഫിയെ പിടിച്ചു നിർത്തും. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടെ നിന്ന് പോവാൻ, എത്രയും പെട്ടെന്ന് നീ എയ്സിന്റെ അടുത്ത് എത്തണം. ഇവിടുത്തെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇനി നീ ലേറ്റ് ആയ നിന്റെ ലക്ഷ്യം അതൊരുപക്ഷെ നടപ്പാവാതെ. ഇവാനാണെങ്കിൽ ലൂഫിയെ ദൂരേക്ക് വലിച്ചെറിയും. ലൂഫി തെറിച്ചു വന്ന് ഒരു ചുമരിലിടിച്ച് താഴെ വീഴും. അതിനുശേഷം അവൻ ലേഡി ഹോർമോൺ ഉപയോഗിച്ച് ഒരു ലേഡിയായിട്ട് മാറി അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നേരെ നിൽക്കും. കട്ട് ചെയ്ത കൺട്രോൾ റൂമിലുള്ള സോൾജിയേഴ്സ് അവരാണെങ്കിൽ ലെവൽ 1-ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലെവൽ 1-ലാണെങ്കിൽ ഇപ്പൊ ഒരു സ്നെയിലിലൂടെ കൺട്രോൾ റൂമിലുള്ള ആൾക്കാര് അവിടുത്തെ സിറ്റുവേഷൻ ചോദിക്കുകയാണ്. പക്ഷെ ആ സ്നെയിലിലൂടെ ആരും റെസ്പോണ്ട് ചെയ്യില്ല. അതങ്ങനെ താഴെ വീണ് കിടക്കുകയാണ്. അതിന്റെ തൊട്ടടുത്തായി ആ ബ്ലാക്ക് ബിയർഡ്, ആക്ച്വലി ആ ഷിരു, അവരിപ്പോ ബ്ലാക്ക് ബിയർഡിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. കൺട്രോൾ റൂമിലുള്ളവർക്കാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. ഷിരുവിനെ തോൽപ്പിക്കാൻ ബ്ലാക്ക് ബിയർഡിന് കഴിയില്ല. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാൻ ചിന്തിച്ച് അവരങ്ങനെ വണ്ടറടിച്ച് നിൽക്കും. മറ്റൊരു ഭാഗത്ത് ഇവാൻ പെണ്ണും ആ വില്ലത്തി പെണ്ണും അവർ രണ്ടുപേരും വമ്പൻ ആവേശത്തില് പരസ്പരം ഏറ്റുമുട്ടാണ്. ആ വില്ലത്തിയാണെങ്കിൽ അവളുടെ ചാട്ട കറക്കി ഇവാന്റെ കഴുത്തിലിട്ട് മുറുക്കും. അതിനുശേഷം അതങ്ങനെ വലിക്കുകയാണ്. ഈ നിലവിളിക്കുന്ന ശബ്ദം അതെനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞ് വില്ലത്തി വീണ്ടും ആ കയർ പിടിച്ച് വലിക്കും. പക്ഷെ അടുത്ത നിമിഷം ആ ചാട്ട അതവള് സിമ്പിളായിട്ട് ഊരിക്കളഞ്ഞ് അങ്ങനെ ഹായായിട്ട് നിൽക്കും. അവൾ വില്ലത്തിയെ നോക്കി ചിരിക്കും. നിനക്കൊരു അടിപൊളി ലെസൺ ഞാൻ പഠിപ്പിച്ചു തരുമെന്ന് പറയും. ഇവിടെ ലൂഫിയും ടീമും ആണെങ്കിൽ ആ ഡോറിനടുത്തേക്ക് വരും. ഡോറാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. നമ്മുടെ വൈസ് വാർഡൻ അവിടേക്ക് മാസായിട്ട് എൻട്രി കൊടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.